ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മള് 11 ജുസുകൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അൽഹംദുലില്ലാ. ഈ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ജുസുവിന്റെ തുടക്കത്തില് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. ശരിക്കും ഇതിലെ ചില ആയത്തുകൾ അവതരിക്കാനുണ്ടായ അവതരണ പശ്ചാത്തലം പോലും പറയുന്നത് ആ ഒരു തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതില് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്ര സംഭവം ഈ വിഷയം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. സത്യത്തില് വളരെ ഹൃദയസ്പർശിയായ ഒരു ചരിത്രമാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നത്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ ശരിക്കും ഒരുപാട് പറയാനുണ്ട്. അതിപ്പോ ഈ ഒരു സമയത്ത് നമുക്ക് പറഞ്ഞാൽ അത് ഒരുപാടായി പോകും. അതുകൊണ്ട് അത്രയും പറയുന്നില്ല. എന്നാലും അതിലൊരു ചുരുങ്ങിയ കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വരും. കാരണം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രങ്ങള് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സാഹചര്യം, ആ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം പറയുന്നത് എന്താന്ന് വെച്ചാല്, മദീനയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഷാമില് റോമക്കാര് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ആ സമയത്ത് ക്രിസ്ത്യാനികളായ ചില അറബി ഗോത്രങ്ങള് അതില് അവരെ കൂടെ കൂടുന്നുണ്ട് എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം ലഭിച്ചു. അന്നേരം ആ ഒരു തബൂക്ക് യുദ്ധത്തിന്റെ സമയം എന്ന് പറയുന്നത് ഭയങ്കരമായ ക്ഷാമത്തിന്റെ ഒരു വല്ലാത്തൊരു ഭക്ഷണത്തിന്റെ ക്ഷാമവും നല്ല ചൂടും നല്ല അത്യുഷ്ണത്തിന്റെ ഒരു കാലത്തായിരുന്നു അത് മാത്രമല്ല, അതിന് തൊട്ട് മുമ്പ് ഒരു ഹുനൈൻ യുദ്ധം, ത്വായിഫ് യുദ്ധം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷം വന്നിട്ട് ഒരു റെസ്റ്റ് എടുക്കാനും ജനങ്ങൾക്ക് ഒരു ഒഴിവുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്താണെങ്കിൽ ഈ ശത്രുപക്ഷത്ത് ഇവരൊക്കെ ഒരുക്കം കൂട്ടാണല്ലോ. അപ്പൊ അവരെ പലരും സഹായിക്കുന്നു. അപ്പൊ അത്രയും ആധിക്യത്തോടു കൂടിയുള്ള ആ ശത്രുപക്ഷത്തുള്ള സൈന്യത്തെ നേരിടണമെങ്കിൽ എന്തായാലും മുസ്ലിങ്ങൾക്ക് നല്ല ശക്തിയുള്ള ഒരു സൈന്യത്തിന്റെ സന്നാഹം ആവശ്യമാണ് അല്ലെ. അതേ സമയം തന്നെ മദീനയില് ഈ ഈത്തപ്പന തോട്ടങ്ങളുടെ വിളവെടുക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ യുദ്ധത്തിന് പുറപ്പെട്ടു പോകാനുള്ള ഒരു വൈമനസ്യം അതിലുണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഷാമിലേക്കുള്ള യാത്ര എന്ന് പറയുന്നതും കുറച്ച് പ്രയാസം നിറഞ്ഞത്. അപ്പം പലതരത്തിലുള്ള പ്രതികൂല അവസ്ഥയാണ് ഈ ഒരു യുദ്ധത്തിന് ആഹ്വാനം ഉണ്ടാകുന്നത്. ആ സമയത്ത് നമുക്ക് ചരിത്രത്തിൽ നമുക്കറിയാം, എല്ലാരും അതായത് മുസ്ലിമീങ്ങൾ മുഴുവനും ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന രീതിയിൽ പലതരത്തിലുള്ള സംഭാവനകളും നൽകുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള ആഭരണങ്ങളും സമ്പത്തും മറ്റും എല്ലാം ഇതിലേക്ക് വന്നിട്ടായിരുന്നു. ഈ ഒരു തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് ധനം സമാഹരിക്കുന്ന സമയത്താണ് ഒരു സംഭവം പറയുന്നത്. ഒരു ദിർഹം 1,00,000 ദിർഹമിനെ മറികടന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് ഒരാള് കയ്യില് ആകെ 2 ദിർഹം, അതെച്ചാൽ വളരെ പട്ടിണി പാവങ്ങളും അന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ തയ്യാറായി വന്ന ആ ഒരു ചരിത്രത്തെയാണ് നമുക്കിവിടെ അറിയിച്ചു തരുന്നത്. അതായത് അയാളുടെ കയ്യിൽ 1 ദിർഹം മാത്രം ഉണ്ടായിരിക്കെ അദ്ദേഹം 2 ദിർഹമുള്ള ആ വ്യക്തി 1 ദിർഹം ദാനം ചെയ്തു അള്ളാന്റെ മാർഗത്തില്. എന്നാ 1,00,000 ദിർഹം ദാനം ചെയ്ത ആളെച്ചാൽ അയാളുടെ കയ്യിൽ ഒരുപാട് ദിർഹമുകൾ ഉണ്ടായിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ ഒരു കാര്യത്തെ വളരെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതായത് 1 ദിർഹം 1,00,000 ദിർഹമിനെ മറികടന്നു.
അതായത് ആ സഹോദരന് പ്രതിഫലം കിട്ടിയത് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ നേർപകുതി ദാനം ചെയ്ത പ്രതിഫലമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ എത്ര കുറഞ്ഞ ദാനമാണെങ്കിലും അവിടെ അതിന്റെ പ്രതിഫലത്തെയാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. നമ്മളടുത്ത് എത്ര കുറച്ചാണെങ്കിലും അതിന് നമ്മൾ കൊടുക്കുന്നത് എത്ര നമ്മൾ കുറച്ചാണെങ്കിലും നമ്മളടുത്ത് ഉള്ളതിന്റെ അനുസരിച്ച് നമ്മളെ മനസ്സിന്റെ നിയത്തിനനുസരിച്ചിട്ടാണ് അല്ലാഹു തആല പ്രതിഫലം തരാ എന്നുള്ളതും ആ ഒരു ഇതിൽ മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഒരു അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോഴും മത്സരിക്കാറുണ്ടായിരുന്നു. അതായത് മത്സരമല്ല, എപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭയങ്കര ആഗ്രഹമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെക്കാളും കൂടുതൽ മുന്നിലെത്തണം എന്ന് എപ്പോഴും ആഗ്രഹം. പക്ഷെ പിന്നെ അതിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിനെ നേർപകുതി കൊണ്ടുവന്ന് കൊടുത്തപ്പോ അദ്ദേഹം വിചാരിച്ചു ഞാൻ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത്. അപ്പൊ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ എന്താണ് ഇവിടെ ബാക്കി വെച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ എന്റെ നേർപകുതി കൊണ്ടുവന്നു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോഴോ അദ്ദേഹം പിന്നെ മുഴുവൻ അദ്ദേഹത്തിന്റെ ഒന്നും ബാക്കി വെക്കാതെ അള്ളാഹുവിനെയും റസൂലിനെയും മാത്രം തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ട് ബാക്കി മുഴുവനും കൊണ്ടുവന്ന് അവിടെയും അബൂബക്കർ റളിയല്ലാഹു മുന്നിലെത്തിയ ആ ഒരു ചരിത്രങ്ങളൊക്കെ നമുക്ക് ഈ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം അതൊക്കെ ഞാൻ വെറുതെ ജസ്റ്റ് സാന്ദർഭികമായി പറഞ്ഞതാണേ. പറ്റുന്നവര് ചരിത്രമൊക്കെ പഠിക്കാന് പിന്നെ അവസരങ്ങളുണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാനൊക്കെ തയ്യാറാകാം കേട്ടോ. കാരണം ഒരുപാട് ഈ ഖുർആനിന്റെ ആയത്തുകളിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനുണ്ട്. അപ്പം ഇവിടെ ഈ ഭാഗങ്ങളിൽ പറയുന്നത് എന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തബൂക്കിലേക്ക് പോകാതെ കുറച്ച് ആൾക്കാർ മാറി നിന്നിട്ടുണ്ടായിരുന്നു. അതില് മൂന്ന് പാർട്ടായിട്ടാണ് അതിനെ വേർതിരിച്ചിട്ടുള്ളത്. അതില് പിന്നെ നമ്മൾ ഇവിടെ പറയുന്നതിൽ 101-ാമത്തെ ആയത്തില് കപടവിശ്വാസികള് അവര് പിന്നെ കൂടുതൽ ആൾക്കാരും കപടവിശ്വാസികളായ ആൾക്കാരാണ് എന്ത് യുദ്ധത്തിന് പോകാതെ മാറി നിന്നത്. അവരെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് വമിമ്മൻ ഹൗലക്കും മിനൽ അറാബി മുനാഫിഖൂന വമിൻ അഹ്ലിൽ മദീന. അതായത് പിന്നെ നിങ്ങളെ ചുറ്റുമുള്ള അറാബികളുടെ കൂട്ടത്തിൽ കപടവിശ്വാസികൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ അപ്പൊ അവര് പിന്നെ എന്തെല്ലോ കളവ് ഒഴിവ് കഴിവൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം അവർ രക്ഷപ്പെട്ട് അവരുടെ വിഷയത്തിലൊക്കെ അല്ലാഹു തആല പിന്നീട് ആയത്ത് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിന് തുടർന്നിട്ട് തന്നെ പിന്നെ വരുന്നുണ്ട്. പിന്നെ ഒന്നാമത് അത് മുനാഫിക്കങ്ങളായിട്ട് കപടവിശ്വാസികളായിട്ട് ഉള്ള കുറച്ച് ആൾക്കാർ പോയില്ല. പിന്നെ ചിലര് അലസതയും മടിയും കാരണത്താല് പോകാതെ പിന്നെ ഇരിക്കുകയും എന്നിട്ട് പിന്നെ കുറ്റം സമ്മതിച്ച് ഖേദിച്ച് മടങ്ങുകയും ചെയ്ത പിന്നെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് പിന്നെ അലസതയും മടിയും കൊണ്ട് പോകാതിരിക്കുകയും എന്നിട്ട് കുറ്റം സംബന്ധിച്ച് ഖേദിച്ച് മടങ്ങുകയും ചെയ്തിനെങ്കിലും പക്ഷെ ഒഴിവ് കഴിവ് പറയാനോ പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുകയോ ചെയ്യാതെ മാറി നിന്ന ചില ആൾക്കാർ. അതായത് ചിലര് വെറുതെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പുറത്തു തരണേ അങ്ങനെയെന്ന് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ആയത്ത് പറയുന്നത് 102-ാമത്തെ ആയത്താണ്. അത് പിന്നെ അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചേക്കാം എന്നുള്ള രീതിയിൽ അള്ളാഹു അവിടെ. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം, ആ വിഭാഗത്തിലാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പിന്നെ അതുപോലെ മറാറത്ത് ബിൻ റബിയ, ഹിലാൽ ബിൻ ഉമയ്യ ഇങ്ങനെയുള്ള സഹാബാക്കള് അതിലാണ് വരുന്നത്. അവര് പിന്നെ പറയുന്നത് വെച്ചാല് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും കളവ് പറയാനോ അല്ലെങ്കിൽ ഒഴിവ് കഴിവ് ബോധിപ്പിച്ച് രക്ഷപ്പെടാനോ ഒന്നും ശ്രമിച്ചില്ല. അവർ സത്യം പറഞ്ഞിട്ട് അവിടെ ഉറച്ചു നിന്നു. സത്യത്തില് അവരെ കാര്യത്തില് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പറഞ്ഞില്ല. അവരെ പിന്നെ മാറ്റി നിർത്തപ്പെടുകയേ ചെയ്തത്. തൗബ സ്വീകരിക്കുന്നോ ഒന്നും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം വരുന്നത് വരെ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി മാറ്റി നിർത്തി. ശരിക്കും ആ ഒരു സംഭവം പറയുന്ന അദ്ദേഹം അനുഭവിച്ചതായ ആ ഒരു പ്രയാസം ആ സമയത്ത് സുബ്ഹാനല്ലാഹ് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം അവിടെ അദ്ദേഹം അനുഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോ അങ്ങനെ അവസാനം അള്ളാഹു അദ്ദേഹത്തിന്റെ വിഷയത്തില് ആയത്തിറക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ പിന്നെ പറയുന്ന ആ ഒരു പരാമർശം എന്താന്ന് വെച്ചാല്
وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض. പിന്നെ അവരുടെ വിഷയത്തിൽ അള്ളാഹു താല കനിഞ്ഞു മടങ്ങിയ ആ ഒരു കാര്യം പറയുന്നത് വെച്ചാല് അദ്ദേഹത്തിന് ഭൂമി ഇത്രയും വിശാലമായ ഭൂമി ഇടുങ്ങിയതായിട്ട് തോന്നുന്നു, അത്രയും ഞെരുക്കമുണ്ടാക്കി വല്ലാതെ മനപ്രയാസത്തിലായി. പക്ഷെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അള്ളാഹു താല ആയത്തിറക്കി അല്ലെ. പിന്നെ അവരെ അതിനുശേഷം അദ്ദേഹം ഒരുപാട് സന്തോഷിച്ച ആ ചരിത്രത്തിൽ പറയാം. നമുക്ക് അത് നേർക്കാഴ്ചയോടെ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അത് എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തുതരാം ആ ഒരു ചരിത്രം. എന്തായാലും അതൊക്കെ നമ്മൾ അറിയേണ്ടത് തന്നെയാണ് കേട്ടോ. പിന്നെ എന്നിട്ട് അള്ളാഹു താല അവിടെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂനൂ മഅസ് സ്വാദിഖീൻ. അതായത് സത്യവിശ്വാസികൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യവാന്മാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യണം. എന്നുവെച്ചാൽ ഇവിടെ ഈ ഒരു വിജയം അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹു താല ആയത്ത് ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ ആ സത്യസന്ധത. ഒരുപാട് ഞെരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടും ഒരു ഭ്രഷ്ട് കൽപ്പിച്ചിട്ട് ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കാതെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയാതെ അങ്ങനെ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സുബ്ഹാനല്ലാഹ് അല്ലെ, പിന്നീട് അദ്ദേഹത്തെ വരവേറ്റത് ഒരുപാട് ആൾക്കാരുടെ അകമ്പടിയോട് കൂടിയായിരുന്നു എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ അവിടെ അദ്ദേഹം സത്യസന്ധത, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ സത്യസന്ധത കാത്തു സൂക്ഷിച്ച ആ ഒരു ചരിത്ര പശ്ചാത്തലം തീർച്ചയായും പിന്നെ നമ്മള് ഓരോരുത്തരും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അപ്പം അതിനു മുമ്പായിട്ട് കുറഞ്ഞ ചില കാര്യങ്ങള് പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം എന്താന്ന് വെച്ചാല്, പിന്നെ ഈ തബൂക്ക് യുദ്ധത്തിന് പിന്നെ പുറപ്പെടാൻ ഇറങ്ങിയതില് പറഞ്ഞല്ലോ കുറെ പിന്നെ ഇതില് മുനാഫിഖ്ങ്ങൾ ഉണ്ടായിരുന്നു അറാബികളെ കൂട്ടത്തില്. പിന്നെ എന്നാ ഈ അറാബികളുടെ കൂട്ടത്തിലില്ലേ മുനാഫിഖ്ങ്ങള് കാപട്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു. എന്നാ അള്ളാഹുൽ വിശ്വസിക്കുന്ന അള്ളാഹിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് പിന്നെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ പറയുന്ന എന്താ അറിയോ, അവർ അള്ളാഹുവിന്റെ പിന്നെ സാമീപ്യം കുർബത്ത് ആഗ്രഹിച്ച് തന്നെയാണ് എന്താക്കിയത്, അള്ളാഹിന്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ സാമീപ്യം എന്തായാലും അവർക്ക് ഉണ്ടാകും. അത് മാത്രമല്ല അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം, അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അവരെ പ്രവേശിപ്പിക്കും എന്നുള്ള കാര്യം കൂടി 99-ാമത്തെ ആയത്തിൽ അള്ളാഹു താല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം പിന്നെ പൊതുവെ ഈ അറാബികൾ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത് വെച്ചാൽ അവർ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കുറച്ച് പരിശുദ്ധമുള്ള കാർക്കശ്യം കൂടുതലുള്ള ആൾക്കാരാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ആളുകൾ വിശ്വാസം സ്വീകരിക്കാനും പിന്നെ അറിവ് നേടിയിട്ട് ഈ സത്യം അറിഞ്ഞിട്ട് വരാനൊക്കെ കുറച്ച് പ്രയാസം. എന്നാൽ അവരെ കൂട്ടത്തില് വിശ്വസിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അതായത് ഇങ്ങനെയുള്ള ആൾക്കാര് ഈ പിന്നെ അള്ളാഹുവിന്റെ ഈ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവര് ഭയങ്കരമായ ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായിരിക്കും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതാണ് ഈ 99-ാമത്തെ ആയത്തിൽ പറയുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാം ഉണ്ടാവും എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഇത് അവരുടെ മാത്രം അവസ്ഥയല്ല അല്ലെ, ഇത് എല്ലാവരുടെയും കാര്യം. കാരണം അള്ളാഹു തആല പറയുന്നത്, അള്ളാഹു തആല ഇവിടെ നോക്കുന്നത് നമ്മളെ ഹൃദയങ്ങളിലേക്കാണ് അല്ലെ. അത് ദാനം ചെയ്യുന്ന നമ്മളെ ഓരോരുത്തരുടെയും മനസ്സിലെ സ്ഥിതി എന്താണ് എന്നാണ് അള്ളാഹു തആല നോക്കുക. പിന്നെ അതായത് ചില ആളുകള് പിന്നെ കൊടുക്കും, കൊടുത്തിട്ട് പിന്നെ എന്താ പറയാ, ഒരു നല്ല നിയത്തൊന്നും ഇല്ലാതെ ആയിരിക്കും ചിലപ്പോ അവര് കൊടുക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് അള്ളാഹിന്റെ അടുത്ത് നിന്ന് യാതൊരു പ്രതിഫലം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മള് അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലവും തൃപ്തിയും ആഗ്രഹിച്ച് ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ടാകാം. എല്ലാം നിഷ്കളങ്കമായ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അങ്ങനെയുള്ളവരുടെതാണ് അള്ളാഹു തആല സ്വീകരിക്കൂ എന്നുള്ളതാണ് നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു ചരിത്ര സംഭവം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ഇത് അത് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ഈ മുനാഫിഖീങ്ങൾ അവിടെ ചെയ്ത വേറൊരു കാര്യം എന്താണെന്നറിയോ, പിന്നെ നമുക്കറിയാം മദീനയില് 2 പള്ളികളാണ് അല്ലെ. ഒന്ന് മസ്ജിദ് ഖുബ, മറ്റൊന്ന് മസ്ജിദു നബവി. പിന്നെ അപ്പം
ഈ മുനാഫിഖുകൾ എന്താക്കിയെന്നറിയോ, വേറൊരു പള്ളി ഉണ്ടാക്കി. അത് അവരുടെ തന്ത്രമായിരുന്നു. അവരൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അവര് പറയും പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ വരാനും ആക്കാനെല്ലാം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കിന്, താങ്കൾ അവിടെ വന്നിട്ട് നിസ്കരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ആവശ്യപ്പെടും. പക്ഷെ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന്റെ ആ ഒരു തിരക്കിലായതുകൊണ്ട് അദ്ദേഹം അവിടെ അത് ചെന്നിട്ടുണ്ടായിരുന്നില്ല, നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിന്നീട് അന്നേരം അള്ളാന്റെ റസൂലിന് അവരുടെ ആ ഒരു തന്ത്രത്തെ കുറിച്ച് അള്ളാന്റെ റസൂലിന് അറിയുന്നുണ്ടായിട്ടില്ല. എന്നാ പിന്നീടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാര്യം അറിയിച്ചു കൊടുക്കുന്നത്. ലാ തഖും ഫീഹി അബദ എന്ന് അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. നീ ഒരിക്കലും അവിടെ പോയിട്ട് നിസ്കരിക്കാൻ നിൽക്കരുത്. ശരിക്കും അവരൊരു തന്ത്രം എന്തെന്നറിയോ, ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും പള്ളിയാണല്ലോ, ഒരിക്കലെങ്കിലും അവിടെ പോയിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ അവർക്ക് അത് എന്താക്കാ, കൊണ്ട് നടക്കാം. അല്ലെ അള്ളാന്റെ റസൂൽ ഇരുന്ന് നിസ്കരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് നടക്കാനുള്ള ഉദ്ദേശമാണ്. സത്യത്തില് പിന്നെ ഇങ്ങനെ ചില ഇതൊരു മുനാഫിഖീങ്ങളുടെ ഒരു കുതന്ത്രമാണ്. ഇതുപോലെ നമ്മൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണെന്നറിയോ, ചില സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോ ചില പ്രധാനപ്പെട്ട ചില വ്യക്തികളെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. അപ്പൊ അവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിതിന്റെ ആളാണെന്ന് ആൾക്കാരെ അറിയിച്ചിട്ട് പിന്നെ ജനങ്ങൾ അതിലേക്ക് പിന്നെ ആകർഷിപ്പിക്കാന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതേപോലെയാണ് ഇവര് വിചാരിച്ചത്. പക്ഷെ അവരുടെ കുതന്ത്രത്തെ അള്ളാഹു തആല എന്താക്കി, അവരെ പാഴാക്കി. അല്ലെ, ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ള ആ ഒരു രീതിയിൽ അള്ളാഹുവിന്റെ കൽപ്പന വരികയും ചെയ്തു. പിന്നെ ഭക്തിയിൽ സ്ഥാപിക്കപ്പെട്ട പള്ളി അല്ലെ, അത് അവിടെ മാത്രമേ പിന്നെ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. അവിടെ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹഹിരീൻ പറയുന്നുണ്ട്. അതായത് അള്ളാഹു പിന്നെ ശുദ്ധി കൈവരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്, അവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ശുദ്ധിയുള്ളവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകം അവിടെ അള്ളാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്നിട്ട് പിന്നെ നമുക്ക് 111-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആ മുഅ്മിനീങ്ങളുടെ അവർക്ക് ലഭിക്കുന്ന ഗുണത്തെ കുറിച്ച് പറയുന്നതാണ്. എന്താ പറയുന്നത്, ഇന്നല്ലാഹ ഇശ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ നിന്ന് വാങ്ങി എന്ന് പറയും. വാങ്ങി എന്ത്, അൻഫുസഹും വഅംവാലഹും അവരുടെ പിന്നെ ദേഹങ്ങളും അവരുടെ ധനവും. അതായത് അള്ളാന്റെ മാർഗത്തില് അവര് യുദ്ധത്തിന് പുറപ്പെട്ട് അങ്ങനെ അവർ കൊല്ലപ്പെടുക അല്ലെ, അവര് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായ അവിടെ അള്ളാഹു തആല പറയുന്ന അവരുടെ അടുത്ത് നിന്ന് അവരുടെ സമ്പത്തും അവരുടെ ദേഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയത് എന്തിനാണ്, ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം പകരമുണ്ട് അല്ലെ, അവർക്ക് പകരം സ്വർഗം നൽകിക്കൊണ്ടാണ് എന്താക്കിയത്, ഇതൊക്കെ മേടിച്ചത്. സത്യത്തില് ഈ ഓരോ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോണ്ടല്ലോ, നമ്മളെ കുറിച്ച് ഓർക്കണം. നമ്മളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം എടുത്തിട്ടുണ്ടോ അതിനൊക്കെ പകരമായി അല്ലാഹു തആല തരും. അല്ലെ, അള്ളാഹു നമ്മളെ പരീക്ഷിക്കും, പലതും നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട്. അള്ളാഹു അത് മേടിക്കുന്നതാന്ന് വിചാരിച്ചാൽ മതി അല്ലെ, അള്ളാഹു നമ്മളോട് വാങ്ങുന്നതാ. എന്തിന്? നമുക്കൊരു വേദന ഉണ്ടെങ്കിൽ പോലും അല്ലെ, ഒരു മുള്ള് തറക്കുന്ന ഒരു വേദന പോലും നമ്മളെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളടുത്ത് നിന്ന് എന്തെല്ലാം നമുക്ക് നഷ്ടമായിട്ട് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സന്തോഷിക്കുക വേണ്ടത്. എന്തെന്നറിയോ, നമ്മളിൽ നിന്ന് അള്ളാഹു തആല തിരിച്ചു മേടിക്കുന്ന എന്തൊരു കാര്യത്തിന് പകരമായിട്ട് അള്ളാഹു തആല തരുന്നത് സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വദാലിക ഹുവൽ ഫൗസുൽ അലീം. അപ്പൊ അതുകൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ഈ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പകരമായിട്ട് അള്ളാഹു സ്വർഗം നൽകി. സ്വർഗത്തിന് പകരമായിട്ടാണ് അവരെ അവരുടെ അടുത്ത് നിന്ന് അവരുടെ സമ്പത്തും അവരുടെ ദേഹങ്ങളൊക്കെ അള്ളാഹു തആല മേടിച്ചത് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ അപ്പൊ നമുക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ വരുമ്പോ ക്ഷമയോടെ അല്ലെ അള്ളാഹുവിന്റെ ഈ പ്രതിഫലം ആഗ്രഹിച്ച് കഴിയാൻ നമുക്ക് കഴിയണം. പിന്നെ അള്ളാഹു തആല പിന്നെ അങ്ങനെയുള്ളവരുടെ ചില ക്വാളിറ്റീസ് പറയുന്നത് അല്ലെ, സ്വർഗത്തിന് കാരണമാകുന്ന ആൾക്കാർക്കുള്ള അവരുടെ ഗുണങ്ങൾ പറയുന്നത് എന്തെല്ലാം, അത്താഇബൂനൽ ആബിദൂനൽ ഹാമിദൂന സായിഹൂന അർറാകിഊന സാജിദൂന ആമിറൂന ബിൽ മഅറൂഫി
വന്നാഹൂന അനിൽ മുൻകരി വൽ ഹാഫിദൂന ലിഹുദൂദില്ല. എന്തൊക്കെയാണ് അവര് തൗബ ചെയ്യുന്നവരാണ്. അവര് അള്ളാഹ്ക്ക് ഇബാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരാണ്, അള്ളാഹിനെ സ്തുതിക്കുന്നവരാണ്, അള്ളാഹിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്, സുജൂദും പിന്നെ റുക്കൂവും അതായത് നിസ്കരിക്കുന്നവരാണ്, സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവരാണ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വബശ്ശിരിൽ മുഅ്മിനീൻ, അങ്ങനെയുള്ളവർ സന്തോഷ വാർത്ത അറിയിക്കാൻ. ഈ പറഞ്ഞ ക്വാളിറ്റീസ് നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത അള്ളാഹു തആല അറിയിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു സംഭവമാണ് ഇവിടെ 117, 118, 119 ആയത്തുകളിൽ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ചരിത്രത്തിന്റെ അവസാന ഭാഗത്തുള്ള ആയത്തുകളാണ് ഇവിടെ ഈ ഒരു വചനങ്ങളൊക്കെ പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള മുഹാജിറുകളുടെയും അൻസാറുകളുടെയും കൂട്ടത്തില് പിന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു അവർക്ക് അങ്ങേയറ്റം കനിഞ്ഞരുളിയിരിക്കുന്നു. അവരോട് അള്ളാഹ് ഏറെ കൃപയുണ്ട്, അല്ലെ, കരുണാനിധിയാണ്. പിന്നെ ആ 3 പേരുടെ വിഷയത്തിൽ അള്ളാഹു തആല ആയത്തിറക്കി. ഇവിടെയൊക്കെ ഈ ചരിത്രത്തിൽ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? നമ്മൾ എന്ത് വന്നാലും സത്യം മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മളെ മേലെ നിർബന്ധമായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെല്ലാം പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ശരിക്കും ഈ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തില് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയൊരു ഹദീസാണെന്നറിയോ അത്? ആ ഹദീസ് തന്നെ മാത്രം മതി നമുക്ക് ആ ചരിത്രത്തിലെ ഫുൾ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അത്രയും വലിയൊരു ഹദീസ് വെച്ചാ അവിടെ ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം, പിന്നെ സത്യസന്ധതക്ക് എന്ത് ഗുണമാണുള്ളത്. എന്നാൽ കളവ് പറഞ്ഞ കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിച്ചത്? കപടവിശ്വാസികൾ ആദ്യം റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് കളവ് പറഞ്ഞു. അന്നേരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലല്ലോ ഇവര് പറയുന്നത് കളവാണോ സത്യാന്നോ, അല്ലെ? ഗൈബ് അള്ളാഹ് അറിയിച്ചു കൊടുത്താലല്ലാതെ അള്ളാന്റെ റസൂലിനെ അറിയൂല. അപ്പം ആദ്യം അവരെല്ലാം രക്ഷപ്പെട്ട് അവരെല്ലാം നല്ല നിലയിലായി, അതായത് നല്ലതായ അവസ്ഥയിൽ ഉണ്ടായി. പക്ഷെ പിന്നീട് അവർക്കെതിരെ അള്ളാഹു തആല ആയത്ത് വന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്. പിന്നെ അവരെ ആദ്യത്തെ അവസ്ഥ നല്ലതാണെങ്കിലും പിന്നീടുള്ള അവരുടെ അവസ്ഥ വളരെ മോശമായ പര്യവസാനായിരുന്നു. അപ്പം സത്യസന്ധതയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അവർക്ക് എന്തായിരിക്കും? അത് ഹൈറായിരിക്കും, അല്ലെ? ചിലപ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ പര്യവസാനം എന്നുള്ളത് വളരെ ഹൈറായിരിക്കും. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, വിശ്വാസികളെ എന്ന് വിളിച്ച് അള്ളാഹു തആല പറയും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യം പറയുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ നമ്മളോടുള്ള ഇത്തരം നിർദ്ദേശങ്ങളെ നമ്മൾ വളരെ നല്ല രീതിയിൽ അതിനെ പാലിക്കണം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ ചെലവഴിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അള്ളാഹു തആല അതിനുള്ള പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു കാര്യം. എന്നിട്ട് നമുക്ക് ഈ 11ാമത്തെ ജുസിൽ 3 സൂറത്തുകൾ കണക്റ്റഡ് ആകുന്നുണ്ട്, അല്ലെ? സൂറത്ത് തൗബയുടെ അവസാന ഭാഗങ്ങളും സൂറത്ത് യൂനുസിന്റെ മുഴുവനും പിന്നെ സൂറത്ത് ഹൂദിലെ ആദ്യത്തെ കുറഞ്ഞ ആയത്തുകളും. ഇപ്പൊ നമ്മൾ ഓരോ ജുസുവും നമ്മളിങ്ങനെ കടന്നു പോകുമ്പോ ഈ ഭാഗങ്ങളൊക്കെ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഇനി ഖുർആൻ പാരായണം ചെയ്യുമ്പോ ഈ ആയത്തുകളൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെ കണ്ണിലേക്ക് ഇങ്ങനെ ഓടി വരുന്ന രീതിയിലേക്ക് നമുക്ക് ഖുർആനിനെ ഗ്രഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഓരോ സൂറത്തുകളും കഴിയുമ്പോലെ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ. ഞാൻ തന്നെ വളരെ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചുരുക്കിയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ചിലതൊക്കെ അങ്ങ് വിട്ട് കളയുന്നതാ, കാരണം എല്ലാം ഒന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റൂലല്ലോ. അപ്പം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, അള്ളാഹുവിന്റെ ഈ ഖുർആനില് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാനുണ്ട് റബ്ബേ, അതൊക്കെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗകര്യം, സമയം, അല്ലെ, ആരോഗ്യം ഒക്കെ അള്ളാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് മുമ്പൊക്കെ
പിന്നെ കുറെ കാലം അങ്ങനെ ദുനിയാവിൽ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. പക്ഷെ ഖുർആനിനെ കൂടുതൽ അടുത്തറിയാനും പഠിക്കാനും തുടങ്ങിയപ്പോ ഭയങ്കര കൊതിയ. എന്താന്ന് വെച്ചാല് അള്ളാന്റെ ഈ ഖുർആൻ, അല്ല അള്ളാഹ് നമ്മളോട് പറഞ്ഞ ഈ ഖുർആൻ, ഈ കലാം, അള്ളാന്റെ ഈ കലാമാകുന്ന ഈ പരിശുദ്ധ ഖുർആനിനെ ഒന്ന് മുഴുവനായിട്ടും നല്ല പോലെ ആഴത്തിലൊന്ന് അറിഞ്ഞു പഠിക്കണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം. അള്ളാഹു തആല അത് പൂർത്തിയാക്കി തരട്ടെ. എല്ലാവർക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. നല്ല നല്ല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം നമുക്ക് ഉണ്ടാകും. അപ്പൊ ഇതിവിടെ അവസാന ഭാഗത്ത് അള്ളാഹു തആല പറയുന്നുണ്ട് അല്ലെ, നിങ്ങളെ കാര്യത്തില് നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു റസൂൽ അല്ലെ, അത്രയും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പിന്നെ ഒരു ക്വാളിറ്റി അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് അങ്ങേയറ്റം പിന്നെ ഭയങ്കരമായ ദയാലു അല്ലെ, അള്ളാഹുവിന്റെ ആ ഒരു സിഫത്താണ് ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ കൊടുക്കുന്നത്. അതായത് പിന്നെ നിങ്ങൾ വിഷമിക്കുന്ന കഷ്ടപ്പെടുന്നതൊന്നും കാണാനും സഹിക്കാനും കഴിയാത്ത നിങ്ങളെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള അല്ലെ. ശരിക്കും നമ്മള് ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനെ സ്നേഹിച്ചത് എത്രമാത്രം ശക്തമായ രീതിയിലാണ് അള്ളാന്റെ റസൂൽ സ്നേഹിച്ചത്. ആ റസൂലിനെ നമ്മൾ എന്നിട്ട് അത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുണ്ടാ അല്ലെ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. കാരണം അള്ളാന്റെ റസൂലിന് ഉമ്മത്ത് 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 എന്നുള്ള അങ്ങേയറ്റത്തെ ഒരു വല്ലാത്തൊരു സ്നേഹം. അതാണ് അള്ളാഹു തആല പറയുന്നത്, നിങ്ങളെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ താല്പര്യം. എന്റെ ഉമ്മത്ത് നാളത്തേക്ക് ഒരു ദുആ പോലും അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റി വെച്ചതാണ് അള്ളാഹുവിന്റെ റസൂൽ. സുബ്ഹാനല്ലാഹ്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? അള്ളാന്റെ റസൂലിന്റെ ചര്യകളെ നമുക്ക് നമ്മുടെ ജീവിതത്തോട് കൊണ്ടുവന്നിട്ട് അത് നമുക്ക് പിന്നെ സാധിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം അല്ലെ, നിങ്ങളെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ളവനും സത്യവിശ്വാസികളോട് അങ്ങേയറ്റം ദയാലുവും കാരുണ്യമാണ് അദ്ദേഹം. എന്നാല് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന ഈ പിന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ട് പിന്നെ മടങ്ങിപ്പോയ കുറെ ആൾക്കാരുണ്ട്. ഈ മുനാഫിക്കീങ്ങളെ കൂട്ടത്തിൽ കുറെ ആൾക്കാര് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മുനാഫിക്കീങ്ങൾ എപ്പോഴും അങ്ങനെയാ അല്ലെ, ആദ്യം കൂടെ നിൽക്കും എന്നിട്ട് പിന്നെ മാറി നിൽക്കും. അവിടെ പിന്നെ മുസ്ലിങ്ങൾക്ക് ഭയപ്പാടും പിന്നെ ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താ അറിയോ? ഇനി അവര് തിരിഞ്ഞു കളഞ്ഞോട്ടെ, പക്ഷെ നീ എന്ത് പറയണം? ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എന്ത് വന്നാലും നമുക്ക് ആരുണ്ട്, എനിക്ക് ആരുണ്ട് അല്ലെ, എനിക്ക് അള്ളാഹു മതി. നമ്മൾ ഓരോരുത്തരുടെയും നാവുകളിലൂടെ ഈ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നല്ലതാണ് കേട്ടാ. കാരണം നമ്മുടെ തവക്കുലിന്റെ ശക്തി അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യപ്പെടും. ഹസ്ബി അല്ലാഹ്, ഈ ഒരു അവന്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്. അവനാണ് മഹത്തായ സിംഹാസനത്തിന്റെ നാഥൻ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ സൂറത്ത് തൗബ അവസാനിച്ചു. ഇനി നമുക്ക് സൂറത്ത് യൂനുസ് ആണല്ലേ പറയാനുള്ളത്. സൂറത്ത് യൂനുസിന്റെ ഇതില് ശരിക്കും യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അങ്ങനെ ഒരുപാടൊന്നും ഇതിൽ പറയുന്നൊന്നുമില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. വിശദമായ ചരിത്രങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. പിന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചും പിന്നെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചാണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പിന്നെ അതായത് ഇവിടെ ഈ ഇതിന്റെ തുടക്കം തന്നെ ഈ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് അല്ലെ. എന്നിട്ട് പിന്നെ അല്ലാഹു തആല ആകാശഭൂമികൾ 6 ദിവസങ്ങളായി സൃഷ്ടിച്ചതും പിന്നെ അല്ലാഹു തആല സിംഹാസനത്തിൽ ആരോഹണസ്ഥനായ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തെ ഊന്നിക്കൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മളെല്ലാവരും അള്ളാഹുലേക്ക് മടക്കപ്പെടേണ്ടവരാണെന്നും
പിന്നെ ഇത് അള്ളാഹുവിന്റെ പിന്നെ വാഗ്ദാനമാണെന്നും അള്ളാഹു തആല ഈ സൃഷ്ടിപ്പ് അല്ലെ പിന്നെ നൽകിയത് തന്നെ എന്തിനാണ്? വിശ്വാസികൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പ്രതിഫലം നൽകുവാൻ വേണ്ടിയാണ് അള്ളാഹു തആല ഈ സൃഷ്ടികർമ്മം ആവർത്തിച്ചിട്ടുള്ളത് എന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ ആ ഒരു ഇതിനെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൂടേറിയ അഗ്നി അല്ലെ വേദനയേറിയ ശിക്ഷ അവർക്കുണ്ടാകും എന്നുള്ള കാര്യങ്ങൾ അള്ളാഹു തആല പിന്നെ സൂര്യനും ചന്ദ്രനും പിന്നെ സൃഷ്ടിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് പിന്നെ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ എന്തുണ്ട്? ഒരുപാട് ദൃഷ്ടാന്തം ഉണ്ട്. വന്നഹാർ, രാപ്പകലുകളുടെ മാറിവരലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും എല്ലാം എന്തുണ്ട്? ഒരുപാട് തെളിവുകൾ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ് 7-ാമത്തെ ആയത്ത്. അവിടെ എന്താ അല്ലാഹു തആല പറയുന്നത് അറിയോ? ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദൂ ബിൽ ഹയാത്തി ദുനിയ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. അള്ളാനെ കണ്ടുമുട്ടുന്ന പ്രതീക്ഷിക്കാതെ ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ട് സമാധാനം അടഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ ആയത്തുകളെ അശ്രദ്ധരായി കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സങ്കേതം എന്താ പറയുന്നറിയോ? ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ സങ്കേതം നരകം തന്നെയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇവര് ആരെക്കുറിച്ച് ഇവിടെ അള്ളാഹു തആല നരകത്തിലെ ആന്ന് പറഞ്ഞത് അള്ളാഹിനെ കണ്ടുമുട്ടുന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെ ഈ ദുനിയാവിലെ ഇതന്നെ സ്വർഗവും അല്ലെ ഇതന്നെ എല്ലാം ഈടുന്ന് തന്നെ തീരും, വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് അള്ളാഹിന്റെ തെളിവുകളിൽ അശ്രദ്ധമായി കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ അള്ളാഹു തആല പറയുന്ന അവർക്ക് സങ്കേതം നരകമായിരിക്കും. നമ്മളെപ്പോഴും പിന്നെ അള്ളാഹിനെ കണ്ടുമുട്ടും, അള്ളാഹിനെ കാണണം, അള്ളാഹിനെ നമ്മൾ കാണേണ്ടവരാണ്, അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണെന്നുള്ള ആ ഒരു ബോധം ഉണ്ടായാൽ തന്നെ നമുക്ക് സൂക്ഷ്മത വരുന്ന പറയും അല്ലെ. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു തആല വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ ഈ പറഞ്ഞ കൂട്ടത്തിൽ നീ പെടുത്തല്ലേ റബ്ബേ, അല്ലെ ആ നരകത്തിൽ നിന്ന് അള്ളാഹുയെ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം. പിന്നെ അള്ളാഹു തആല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരുടെ അവരുടെ ഈമാനിന്റെ ഫലമായിട്ട് അള്ളാഹു അവരെ നേർവഴിയിലാക്കുന്നു, സ്വർഗത്തിൽ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. ആ സ്വർഗത്തിലെ അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹു തആല പറയുന്നത് എന്താ? സുബ്ഹാനകല്ലാഹും. സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ. ഈ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനകല്ലാഹുമ്മ ഇങ്ങനൊക്കെ പറയുന്നതില്ലേ ഭയങ്കര അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടാന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മലക്കുകളുടെയും എല്ലാം തസ്ബീഹ് അതാണ് അല്ലെ. അവരുടെയും അവിടെ സ്വർഗത്തിലെത്തിയാൽ അവിടുത്തെയും ഒക്കെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്താക്കാ? ഈ സുബ്ഹാനല്ലാഹ് ഒക്കെ അധികരിപ്പിക്കാം. സുബ്ഹാനല്ലാഹ് ശരിക്കും നമുക്കറിയില്ലേ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം. ആ വചനങ്ങളെ കുറിച്ച് പറയുമ്പോ എന്താ പറഞ്ഞത്? അല്ലെ പരമകാരുണികനായ റഹ്മാനായ റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടതാണത്, ഏറ്റവും പ്രിയപ്പെട്ടതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെ സുബ്ഹാനല്ലാഹ് അതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും ഉൾക്കൊണ്ട് തന്നെ അള്ളാഹിനെ തസ്ബീഹ് ചെയ്യുക. ഇവിടെ സ്വർഗത്തിലെ കാര്യമാണ് പറയുന്നത്. അവിടത്തെ പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ, അവിടത്തെ അഭിവാദ്യം അതെന്താണ്? ഫിഹ സലാം, അല്ലെ സമാധാനം. അവിടെ നമുക്ക് ഇല്ലേ നമ്മള് അവിടെ അള്ളാഹുവും മലക്കുകളൊക്കെ നമ്മൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാല് നമ്മളോട് ഇങ്ങനെ അസ്സലാമു അലൈക്കും അല്ലെ സലാം പറയുന്ന ആ ഒരു അഭിവാദ്യം ഒന്ന് വെറുതെ ആലോചിക്കണം. 9:25 ഇപ്പൊ വരും. പിന്നെ അത് നമ്മൾ ഓർക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അനുഭൂതി ഇല്ലേ അതങ്ങനെ ആലോചിച്ചിട്ട് അതിനു വേണ്ടി കൊതിച്ചിട്ട് അള്ളഹാനോട് ഇങ്ങനെ ദുആ ചെയ്യണം നമ്മള്. തഹിയ്യത്തുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവരുടെ പ്രാർത്ഥനയുടെ അവസാനം അള്ളാഹുവിന് സ്തുതി അല്ലെ. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു തആല നമുക്കൊക്കെയും അള്ളാഹുവിനെ കണ്ടുമുട്ടാനും ഈ അഭിവാദ്യം സ്വീകരിക്കാനും അവിടെ അള്ളാഹുവിനെ സ്തുതിച്ച് കഴിയാനും ഒക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹിന്റെ
ലിഖാ അല്ലെ, ലിഖാ നമ്മളെപ്പോഴും ആഗ്രഹിക്കണം. അല്ലാഹുമ്മ അസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്കൽ കരീം വശൗഖ് ഇലാ ലിഖായിക. നമ്മളെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കണം അള്ളാഹിനോട്, അള്ളാഹിനെ കാണാനും കണ്ടുമുട്ടാനുമുള്ള തൗഫീഖിന് വേണ്ടിയിട്ട്. അള്ളാഹു നമുക്കൊക്കെയും അതിനുള്ള സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെന്താ പറയുന്ന അറിയോ, മനുഷ്യന് ചില മനുഷ്യന്മാരുണ്ട്, അവരെന്താ വെച്ചാല് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അള്ളാഹിനോട് ദുആ ചെയ്യും. എന്നിട്ട് അവർക്ക് ആ ബുദ്ധിമുട്ട് അള്ളാഹു തആല നീക്കി കൊടുത്തു കഴിഞ്ഞാല് അവര് അങ്ങനെ ഒരു കാര്യം അള്ളാഹിനോട് പറഞ്ഞതേ ഇല്ലാത്ത പോലെ അങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അള്ളാഹു പറയുന്ന അവര് അതിര് കവിഞ്ഞവരാകുന്നു. അപ്പം ആ ഒരു വിഷയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. അതിര് കവിഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ആ ഒരു വിഷയം നമ്മൾ ഓർമ്മിക്കാം. ഓരോ ആയത്തുകളും പറയുമ്പോൾ ഒരു സമയമാവില്ല അല്ലെ, കുറച്ച് അങ്ങോട്ട് പോകാൻ നമുക്ക്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ ഉപമ പറയുന്നുണ്ട് 24-ാമത്തെ വചനത്തില്. അതുപോലെയാണ് അല്ലാഹു തആല ഈ ദുനിയാവിന്റെ അവസ്ഥ പറയുന്നത്. അതിനുശേഷം അല്ലാഹു തആല വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം. ഇങ്ങനെയുള്ള ആയത്തുകളിൽ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശാന്തിയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു അല്ലെ. ദാറുസ്സലാമാണ് സ്വർഗം. ആ സ്വർഗം എന്ന് പറയുന്ന ആ സമാധാനത്തിന്റെ പരിപൂർണമായ സമാധാനം നമുക്ക് സ്വർഗത്തിൽ മാത്രമേ കിട്ടൂ. ഈ ദുനിയാവിൽ അത് ആഗ്രഹിക്കുന്നവൻ വിഡ്ഢിയാണെന്ന് പറയുന്നത് അല്ലെ. ദുനിയാവിൽ നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, പൂർണ്ണമായ റാഹത്ത് സമാധാനം ഒന്നും ഉണ്ടാവില്ല. അതിന്റെ സ്ഥലം എന്ന് പറയുന്നത് സ്വർഗം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ആ നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നാ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലാക്കണേ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ ആ പാതയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. ആമീൻ. എന്നിട്ട് അള്ളാഹു തആല ആ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത് എന്താ അറിയോ, ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ. സുകൃതം ചെയ്ത, നന്മ ചെയ്ത് ദുനിയാവിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തില് ഹുസ്ന ഉണ്ട്. ഹുസ്ന എന്ന് പറഞ്ഞാൽ ഉത്തമമായ പ്രതിഫലം. പിന്നെയോ വസിയാദ. എന്താണ് ഈ സിയാദ അല്ലെ? ഈ സിയാദനെ കുറിച്ചിട്ട് ഹദീസുകളിൽ പറയപ്പെട്ടത് എന്താണെന്നറിയോ, നമ്മൾ സ്വർഗത്തിലെത്തിയാല് നമുക്ക് ഭയങ്കരമായ സുഖമായിരിക്കും അല്ലെ, ഒരുപാട് സുഖലോലുപതയിലിരിക്കും സ്വർഗത്തില്. അപ്പൊ അവിടുന്ന് ഇനി എന്തെങ്കിലും വേണം, ഇനി എന്താ ഉള്ള റബ്ബേ? അപ്പോഴാണ് അല്ലാഹു തആല ആ മറ നീക്കി മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പറയുന്നത്. അതാണ് ഈ സിയാദ പറയുന്നത്, അതിൽ കൂടുതലായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ് അല്ലെ. അവിടെ ആ സ്വർഗത്തിലെത്തിയാല് ആ ഒരു അവസ്ഥ, അവിടെ പിന്നെ അവർക്ക് ഒരു വിഷമമോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസം ഒന്നും ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹു വാഗ്ദാനം ചെയ്ത ഈ ഹുസ്ന വസിയാദ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ അതുപോലെ തന്നെ നന്മ പ്രവർത്തിച്ചവർക്കാണല്ലോ ഈ പറഞ്ഞ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉള്ളത്. എന്നാൽ നേരെ തിരിച്ച് അതിന് വിപരീതം പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അസ്ഹാബുൻ നാറായിരിക്കും. അതിൽ വേദനാജനകമായ ശിക്ഷ ഉണ്ടാവും. അല്ലാഹു നമ്മളെ അതിലെ തൊട്ടെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ നമുക്ക് ഈ സൂറത്ത് യൂനുസില് അതിനുശേഷം വീണ്ടും മൂസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം തുടങ്ങുന്നുണ്ടല്ലേ. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് എന്താ അറിയോ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ആവശ്യപ്പെടുന്നതാണ്. അതായത് ഖുൽ ലാ അംലികു ലിനഫ്സി ളർറൻ വലാ നഫഅൻ ഇല്ലാ മാഷാ അല്ലാഹ്. എനിക്ക് തന്നെ ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ അധീനതയിൽപ്പെട്ടതല്ല, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. അതുകൊണ്ട് ഓരോരുത്തർക്കും അള്ളാഹു തആല നിശ്ചയിച്ച ഒരു അവധി ഉണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാല് ഒരു നാഴിക നേരം പോലും എന്താകൂല, വൈകിക്കാനും കഴിയൂല, നേരത്തെ ആക്കാനും കഴിയൂല. അപ്പൊ നമ്മളെ സമയം എന്നുള്ളത് അള്ളാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. ആ സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മള് ധൃതി കാണിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് നേരത്തെ ആകാനും കഴിയൂല, ലേറ്റ് ആകാനും നമുക്കത് സാധിക്കൂല. അള്ളാഹു തആല തീരുമാനിച്ച ഒരു സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് നമ്മൾ ഓർത്തു വെക്കുക. നമ്മളെ സമയം എന്നുള്ളത് വളരെ വിലപ്പെട്ടതാണ് അല്ലെ. പിന്നെ പരിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു തആല പറയാണ്,
57-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് യാ അയ്യുഹന്നാസ് ഖദ് ജാഅക്കും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫ. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു സതുപദേശം, പിന്നെ നമ്മളെ മനസ്സുകളിലുള്ള രോഗത്തിന് ശമനം, അതാണ് അല്ലാഹു തആല. മാത്രമല്ല വിശ്വാസികൾക്ക് അല്ലാഹു തആല ഹുദയും റഹ്മത്തും ആയിക്കൊണ്ടാണ് അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലെ, അള്ളാന്റെ കാരുണ്യം കൊണ്ടാണിത്. അതുകൊണ്ട് നമ്മൾ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നു. ഫബിദാലിക ഫല്യഫ്റഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. പിന്നെ ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, അവര് സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളെല്ലാം ഉത്തമമായിട്ടുള്ളതാണെന്ത് ഈ പറഞ്ഞ ഈ ഒരു ഇത് എന്ന് പറയുന്നത്. അല്ലെ, ശരിക്കും ഏറ്റവും നമുക്ക് കിട്ടിയ ഒരു വലിയൊരു സമ്മാനം തന്നെയാണ് അള്ളാഹുവിന്റെ ഹിദായത്ത്. അതുപോലെ ഈ പരിശുദ്ധ ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമുക്ക് വലിയ 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 വിലപിടിപ്പുള്ള, നമ്മളെ മറ്റെന്തിനേക്കാളും പിന്നെ വലുതാണെന്ത് ഈ ഖുർആന്, അതുമായി ബന്ധപ്പെട്ട ഇൽമ് നമുക്ക് കരസ്ഥമാക്കാനൊക്കെ സാധിക്കാന്നുള്ളത്. അത് ഏറ്റവും വലിയ ഹൈറാണ് നമ്മൾ മനസ്സിലാക്കാം. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന ഒരു വാചകമുണ്ട്, അത് നമ്മൾ ഓരോരുത്തരും പിന്നെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. അല്ലാഹു തആല പറയുന്ന അലാ, നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണെന്നറിയോ, ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അള്ളാഹുവിന്റെ മിത്രങ്ങളായിട്ടുള്ളവർ ആരാ, അവർക്ക് തീർച്ചയായും ഒരു ഭയവും ഇല്ല, ദുഃഖിക്കേണ്ടി വരികയും ഇല്ല. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹിന്റെ ഔലിയാക്കളാകാൻ, ആ ഒരു ദറജയിലേക്ക് നമുക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് മാത്രമുള്ള അമൽ സാലിഹാത്തുകൾ നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ നമുക്കിങ്ങനെ രോമാഞ്ചം വരണം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അല്ലെ, സുബ്ഹാനല്ലാഹ്, ലഹുമുൽ, ആരാണ് അവരാരാണെന്ന് പറയുന്നുണ്ട്, അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവര് വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവരാണ് അവര്. എന്നിട്ട് അവർക്ക് എന്താ ഉള്ളത്, ലഹുമുൽ ബുഷ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയുന്നു. അള്ളാന്റെ വാക്കിൽ എന്തില്ല, ഒരു മാറ്റവും ഇല്ല. അള്ളാന്റെ വചനത്തിൽ യാതൊരു മാറ്റമില്ല. അല്ലെ, അത് തന്നെയാണെന്ത് ഫൗസുൽ അദീം, മഹത്തായ വിജയം, ഭാഗ്യം. അല്ലേ, സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ആ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ അതിനുശേഷം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഇത് പറയുന്നുണ്ട്, ചരിത്രം പറയുന്നു, ചെറിയ രൂപത്തില് പിന്നെ പറയുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമില് പിന്നെ വിശ്വസിച്ച ആളുകള് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതും, എന്നാൽ കളവാക്കിയ ആളുകളെ അല്ലാഹു തആല മുക്കി നശിപ്പിച്ച, അല്ലെ, കപ്പലിൽ വിശ്വസിച്ചവരെ കപ്പലിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ഭൂമിയിൽ അല്ലാഹു തആല അവരെ പിൻഗാമികളാക്കി. എന്നാൽ അള്ളാഹിന്റെ ആയത്തുകളെ കളവാക്കി തള്ളിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ അല്ലാഹു തആല പിന്നെ ഇതിൽ മുക്കി നശിപ്പിച്ചു. അല്ലെ, അദ്ദേഹത്തിന് ശേഷം പിന്നെ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ടായിരുന്നു പറയുന്നത്. ഇവിടെ വീണ്ടും സുബ്ഹാനല്ലാഹ്, സൂറത്ത് യൂനുസിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചരിത്രം ആരുടെയാണ്, മൂസ അലൈഹിസ്സലാമിന്റെ. അല്ലെ, സുബ്ഹാൻ, നമ്മളിത് കഴിഞ്ഞ അറാഫിന്റെ ഭാഗങ്ങളിൽ നല്ലപോലെ പറഞ്ഞതായിരുന്നല്ലോ. അല്ലെ, ശരിക്കും പിന്നെ ഇവിടെയും വിശദമായിട്ട് തന്നെ അത്യാവശ്യം കുറച്ചധികം തന്നെ വിശദീകരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇതില് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ചില പാഠങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, അവിടെ പിന്നെ അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലെ, അതായത് മൂസ അലൈഹി സ്വലാമിന്റെയും അനുയായികളും പിന്നെ ഫിർഔന്റെ മർദ്ദനത്തിന് ഇരയായ സമയത്ത് പിന്നെ അവര് പറയുന്നുണ്ട്, ഫഖാലു അലല്ലാഹി തവക്കൽനാ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമി ളാലിമീൻ, അള്ളാഹുവെ നിന്റെ മേൽ ഞങ്ങൾ ബരമേൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങളുടെ രക്ഷിതാവെ നീ അക്രമികളായ ഈ ജനവിഭാഗത്തിന്റെ മർദ്ദനത്തിന് ഞങ്ങളെ ഇടയാക്കരുതേ. ഇത് നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് കേട്ടോ. അങ്ങനെ പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിനെയും അദ്ദേഹത്തിന്റെ ജനതയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്നുണ്ട്. അല്ലെ, ഈ ഒരു പിന്നെ സൂറത്തിന്റെ വചനങ്ങളിലാണ് പിന്നെ അതായത് ഫിർഔൻ ഇവരുടെ പിന്നാലെ പോയിട്ട് പോയതും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ ഈ സൂറത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അതായത് അവസാനം ഫിർഔൻ അവിടെ മുക്കി നശിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. അല്ലെ, ഫിർഔനും സൈന്യങ്ങളും മൂസ അലൈഹി സ്വലാമും അനുയായികളും പോയ ആ കടലിലെ ഉണങ്ങിയ വഴിയിലൂടെ അവർ പ്രവേശിച്ച് അവരെ പിന്തുടർന്ന സമയത്ത് പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടലുകളെ യോജിപ്പിക്കുന്നുണ്ട്. അല്ലെ,
ആ മാറി നിന്ന് ആ വെള്ളത്തെ പരസ്പരം യോജിപ്പിച്ചപ്പോ ഈ ഫിറഔൻ അതിൽ മുങ്ങി മരിക്കാൻ പോവുകയും അല്ലെ. ആ സമയത്ത് ലാസ്റ്റ് ആ ഘട്ടത്തില് പറയുന്നുണ്ട് എന്ത്, ഈ ബനൂ ഇസ്രായേലർ പിന്നെ വിശ്വസിച്ച ഇതിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ അതിനെ കൊണ്ട് എന്തില്ല, ഇത്രയും അല്ലെ ഈ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാലുള്ള തൗബ അല്ലാഹു തആല സ്വീകരിക്കൂല എന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇനി രക്ഷയില്ല എന്ന് കാണുന്ന ആ സമയത്ത് ചെയ്യുന്ന പിന്നെ തൗബക്ക് എന്തില്ല, അവിടെ യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ലാസ്റ്റ് ടൈമിലാണ് പറയുന്നത് അല്ലെ, അത്ര സമയം വരെ ധിക്കാരത്തോടെ നിന്ന് പക്ഷെ അവസാനം പിടിക്കപ്പെട്ടപ്പോ അങ്ങനെ ഈ ആയത്തിലാണ് 92 ആയത്തിലാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. അതായത് പിന്നീട് വരുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമായി കാണാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല നിന്റെ ശരീരം അല്ലെ, ആ ബോഡി ബിബദനിക, അതാണ് പറയുന്നത്, അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെടുക്കും. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴും ആ ഫിറഔന്റെ ഇത് പിന്നെ ഈജിപ്തിലെ ഒരു മ്യൂസിയത്തില് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് നമുക്ക് ഇവിടെയൊക്കെ അറിയിച്ചു തരുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ അപ്പൊ നമുക്ക് ഇതിലൊന്നും നമുക്കൊരു സംശയത്തിന് ഇടവരാൻ പാടില്ല. കാരണം ഇതൊക്കെ വ്യക്തമായ സത്യങ്ങളാണ് അല്ലെ, വ്യക്തമായ സത്യങ്ങളാണ്. ഇതില് നമുക്ക് പിന്നെ അവിശ്വസിക്കാൻ യാതൊന്നുമില്ല, ഒക്കെ നമ്മൾ മനസ്സിലാക്കാം. പിന്നെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ് അതിനുശേഷം 98 പിന്നെ ആയത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജനത അവിശ്വസിച്ച് അങ്ങനെ പിന്നെ വിശ്വസിച്ച ആളുകളെ പിന്നെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. അവിശ്വസിച്ച ആളുകൾക്ക് അവിടെ ഒരു പിന്നെ ശിക്ഷ വന്നു എന്നുള്ള ആ ഒരു കാര്യം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഒട്ടുമിക്ക പ്രവാചകന്മാരുടെ ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ചാല് വിശ്വസിച്ച ആളുകൾക്ക് അല്ലാഹു തആല രക്ഷ നൽകുന്നുണ്ട് അല്ലെ. പിന്നെ വിശ്വസിച്ച ആളുകളെയും പിന്നെ ആ ദൂതന്മാരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ മേലുള്ള ഒരു ബാധ്യതയാണ് എന്നുള്ളതാണ് അല്ലാഹു തആല പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറയുന്നത് അല്ലെ, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ നേർക്ക് നമ്മളെ മുഖങ്ങളെ തിരിച്ചുകൊണ്ട് പിന്നെ ശിർക്കില്ലാത്ത രീതിയിൽ അള്ളാഹുവിനെ പിന്നെ ഇബാദത്ത് ചെയ്യാ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്. എന്തെങ്കിലും അല്ലെ പിന്നെ അല്ലാഹു തആല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പിന്നെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നീക്കം ചെയ്യാൻ അള്ളാഹു അല്ലാതെ വേറൊരാൾക്കും സാധിക്കൂല അല്ലെ. ഇനി അല്ലാഹു തആല എന്തെങ്കിലും ഗുണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം തട്ടിമാറ്റാനും വേറൊരാൾക്കും സാധിക്കൂല. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നു. അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാണ്. ഇതിന്റെ അവസാന ഭാഗത്ത് എന്താ പറയുന്നത്, നിനക്ക് അല്ലാഹു തആലയിൽ നിന്നും നൽകപ്പെടുന്ന വഹീനെ നീ എന്താക്ക, പിന്തുടരുക. അള്ളാഹുവിന്റെ തീർപ്പ് കൽപ്പന അല്ലെ, വിധി വരുന്നത് വരെ എന്താക്ക, ക്ഷമിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സൂറത്ത് അവസാനിക്കുന്നത്. ഓരോ സൂറത്തുകളിലും ഒരുപാട് അല്ലെ ചരിത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. സുബ്ഹാനല്ലാഹ്. അതിൽ ഓരോന്നിലും നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ സൂറത്ത് ഹൂദിന്റെ ആദ്യ ഭാഗത്ത് കുറഞ്ഞ ആയത്തുകൾ മാത്രമേ, 5 ആയത്തുകൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ ഈ 11ാമത്തെ ജുസില്. പിന്നെ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധിക്കരുത് എന്ന ആ ഒരു കാര്യം പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് അള്ളാഹുവിലേക്ക് പാപമോചനം തേടാനും തൗബ ചെയ്യാനും. അങ്ങനെ ആകുമ്പോൾ അല്ലാഹു തആല തീർച്ചയായും പിന്നെ തൗബ അല്ലാഹു തആല സ്വീകരിക്കും. പിന്നെ അതിനനുസരിച്ച് അല്ലാഹു തആല നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള പ്രതിഫലം നൽകുകയും ചെയ്യും. എന്നാൽ അതിനെ തൗബ ചെയ്യാതെ പിന്തിരിഞ്ഞു കളയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു ഒരു ഭയങ്കരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും
അള്ളാഹുലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ് എന്ന കൃത്യമായ ബോധം നമ്മളെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. കാരണം ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങള് ഹൃദയങ്ങളിൽ എന്താണ് നമ്മള് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ വസ്ത്രങ്ങൾ കൊണ്ട് പുതച്ചു മൂടുന്ന സന്ദർഭത്തിലായാൽ പോലും രഹസ്യമാക്കുന്ന പരസ്യമാക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല അറിയുന്നു അല്ലെ. നമ്മളെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് അല്ലെ നമ്മളെ റബ്ബ്. ആ റബ്ബിനെ നമ്മൾ അറിയണം, ആ റബ്ബിലേക്ക് നമ്മൾ തിരിയണം, ആ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണെന്നുള്ള കൃത്യമായ ബോധം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകണം. നാളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണെന്നുള്ള ചിന്ത നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹുവിനെ കാണാൻ ആരാഗ്രഹിക്കുന്നുവോ അവനെ കാണാൻ അള്ളാഹുവും ആഗ്രഹിക്കും, ഇഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.